സി ആർ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പോൾ വി വസീഫ് ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് പറയാൻ ഒട്ടനവധി കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ. ഇതൊരു രാഷ്ട്രീയ, ഓഫ് കോഴ്സ് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അത് വലിയ പ്രചരണ മുഖത്തേക്ക് വരികയും ചെയ്യും. കോൺഗ്രസ് അവിടെ പതറി നിൽക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവിന് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ ആ ബോധ്യം താഴെത്തട്ടിലെ അണികളെയും ഈ പറയുന്ന അതിജീവിതയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന വെട്ടുകളെയും ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പോട്ടെ, നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ CCR? ഒരു സംശയമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ ഒരു സംശയമില്ലാതെ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല മനുഷ്യത്വത്തിനെതിരെ കൂടിയാണ്. കാരണം ഗർഭഛിദ്രം പോലെയുള്ള പ്രശ്നങ്ങൾ മനുഷ്യത്വത്തിനെതിരെ നിർബന്ധിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കുറ്റമാണ്. അതിലിനി ആരും ഡിഫെൻഡ് ചെയ്താലും, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട നേതാവ്, സൈബർ സംഘങ്ങൾ പോട്ടെ, സൈബർ സംഘങ്ങൾ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അവസാനം CPM തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞതാണ്. കാരണം CPM ആണ് ഏറ്റവും സംഘടനാപരമായി ചിട്ടയുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഞാനത് പറയണത്. BJPക്കും പറ്റുന്നില്ല, കോൺഗ്രസിനും. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ ഞാൻ ഇന്ന് പറഞ്ഞത് കേട്ടത് അവൻ വലിയ തെറ്റാണ് ചെയ്തത്, പക്ഷെ അവൻ്റെ ഭാവി നശിപ്പിക്കരുത്. ഭാവിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. വലിയ തെറ്റാണ് ചെയ്തെങ്കിൽ വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. പിന്നെ അതിനപ്പുറത്ത് അതിൻ്റെ ഒരു ഇഫ് ബട്ട് നോട്ട് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ ജനങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. താരതമ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല ഈ കാര്യത്തിൽ. ഇപ്പോൾ പോലീസ് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. പോലീസ് പിടിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഈ ഇപ്പോൾ ഏത് മുൻകൂർ ജാമ്യത്തിൽ നൽകിയ ഏത് പ്രതി അതിനു മുമ്പ് മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതിയിൽ നിൽക്കുമ്പോൾ പിടിച്ചിട്ടുള്ളത്? ഇപ്പോൾ PP ദിവ്യയുടെ കാര്യമടക്കം നിരവധി, ഇപ്പോൾ ഞാൻ ഒരാളുടെ കാര്യമല്ല, ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ, ബിഷപ്പിൻ്റെ കാര്യത്തിൽ, ഞാനിതിലൊക്കെ ഇടപെട്ട ഒരാളെന്നുള്ള എനിക്ക് പറയുകയാണ്, മുൻകൂർ ജാമ്യ അപേക്ഷ നിൽക്കുമ്പോൾ ഇവർ ഒളിച്ചു കളിക്കും. അത് സ്വാഭാവികമായും MR അഭിലാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവരുടെ ഒരു റൈറ്റാണ് എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ നമ്മുടെ ആളുകൾ കാണുന്നത്. ശരിക്കും ഒരു റൈറ്റും ഇല്ല. മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുമ്പോൾ ആളുകൾ ഒളിച്ചു കളിക്കും, പോലീസും ഒന്നും പഠിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി രാഹുൽ ഈശ്വറിൻ്റെ കാര്യം കൂടി പറയേണ്ടി വരും. കാരണം വെച്ചാൽ നമുക്ക് കിട്ടിയ വിവരം വെച്ചിട്ടില്ല ഇതിന് പറയാൻ പറ്റൂ. രാഹുൽ ഈശ്വർ ഇതിൽ മാത്രമല്ലല്ലോ, നേരത്തെ ഇപ്പോൾ ആ നടി സംസാരിച്ചതും അഭിലാഷ് സംസാരിച്ചതും അയാൾ ഏത് കാര്യത്തിലാണ് മനുഷ്യത്വത്തോടു കൂടി നിന്നിട്ടുള്ളത്? അപ്പോൾ അത് നടിയുടെ കാര്യത്തിൽ ഏത് കാര്യം എടുത്താലും അയാൾ എപ്പോഴും, അതാണ് നമ്മൾ രാഹുൽ ഈശ്വറിനെ മനസ്സിലാക്കേണ്ടത്. ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ആളാണ് രാഹുൽ ഈശ്വർ. അയാൾക്ക് ഇതിലൂടെയാണ് അയാൾ വളരുന്നത്. നമ്മൾ അയാളെ ചീത്ത പറയുമ്പോൾ, ഇപ്പോൾ BJPയെക്കുറിച്ച് ആളുകൾ അങ്ങനെ പറയാറുണ്ട്. BJPയുടെ ആളുകൾ വിഡ്ഢിത്തം പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പറയും. അത് ചർച്ച വന്നാൽ തന്നെ BJPക്ക് ഗുണം. നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ പബ്ലിസിറ്റി എന്ന് പറയും. ഇയാൾ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ആളാണ്. നമ്മൾ അത് കാണണം. ഇയാളിപ്പോൾ നാളെ അറസ്റ്റ് ചെയ്താലും എനിക്കറിയില്ല അയാളെ വിടുമെന്ന്. അയാളെ വിട്ടില്ലെങ്കിലും അയാൾ ഹീറോ ആണ്. ഇത് അയാളുടെ ഒരു രീതിയാണ്. പക്ഷേ ഇതിൽ സന്ദീപ് വാര്യർ അങ്ങനെ എടുക്കാൻ പറ്റില്ല. സന്ദീപ് വാര്യർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദപ്പെട്ട ആളാണ്. ഈ കാര്യത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റിയോ അവരുടെ സ്വഭാവവിശേഷമോ ഏതെങ്കിലും തരത്തിൽ ചെറിയ തോതിൽ അറിയപ്പെട്ടാൽ അത് ഗുരുതരമായ കുറ്റമാണ്. പിന്നെ സൈബർ ആക്രമണത്തെ പറ്റി ഞാൻ ആരെക്കുറിച്ചും പറയണില്ല. എല്ലാവരും സൈബർ ആക്രമണത്തിൻ്റെ ഇരകളാണ്. ഹാഷ്മി, ഞാനും ഒക്കെ അടക്കം പലരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. കേവലം സൈബർ ആക്രമണം അല്ല. ഇവിടെ സൈബർ ആക്രമണം എന്ന ലിസ്റ്റിൽ മാത്രം ഇത് പെടുത്താൻ പറ്റില്ല. കാരണം ഇത് നിയമപ്രശ്നം കൂടിയുണ്ട്. സാധാരണ സൈബർ ആക്രമണത്തിൽ IT ആക്ട് അനുസരിച്ച് വേണമെങ്കിൽ കേസെടുക്കാം. ഇവിടെ അങ്ങനെയല്ല. അതിജീവിതക്കെതിരായിട്ട്, ഇര എന്നുള്ള വാക്കെന്നെ ശരിയാണോന്ന് ഞാൻ ആ വാക്ക് പറയില്ല. അതിജീവിതക്കെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഇയാൾ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല എന്നൊക്കെ പറയാം. ഇപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ പറയുക. അത് കോടതി തീരുമാനിക്കട്ടെ അതിൻ്റെ. പക്ഷേ കോടതി എന്ത് തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ധാർമ്മികം ഞാൻ ഇയാളെക്കുറിച്ച് പറയുന്നില്ല, ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ച് ധാർമ്മികമൊന്നും പറയുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് സന്ദീപ് വാര്യരെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല അതിന്റെ വിഷ്വൽ. അങ്ങനെ ഡയറക്ടറായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വാദം, അതായത് ഇവരുടെ കല്യാണത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തതാണ് എന്ന് പറയുന്നു. ശരിയാണ്, ഞാൻ പങ്കെടുത്തതാണ് എന്നതിന് സാധൂകരണം കൊടുക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഫീൽഡിൽ ഇവരുടെ ചിത്രം കിടപ്പുണ്ട്. ആ ചിത്രം എടുത്ത് നാടിൻ്റെ നാനാഭാഗത്തേക്കും പാട്ടിരുന്നു. അപ്പോഴത്തേക്കും ആ സിനിമയ്ക്കകത്ത് വിളിച്ചു പറഞ്ഞ് വെടിവെടി നടത്തിയ ഫലം കുറയോ ചോദിക്കുന്ന പോലെ വിളിച്ചു പറഞ്ഞ് ഡിലീറ്റ് ചെയ്തു. അതാണ് ഉണ്ടായത്. ആക്ച്വലി ആ ചിത്രം പുറം ലോകത്തേക്ക് എത്താനുള്ള ഡോഗ്യൂസിൽ ആയിരുന്നു അതെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് നിയമത്തിന്റെ വഴിയിൽ എങ്ങനെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ. അതെനിക്കറിയില്ല. പക്ഷേ സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായത്. ഇപ്പൊ നേരത്തെ ഹാഷ്മി വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ പറഞ്ഞു, പരമ തെറ്റാണ് വീക്ഷണം ചെയ്തത്. ഞാൻ ഉറപ്പായി പറയും, ഒരു പത്രം അതിനെ അങ്ങനെ ന്യായീകരിക്കാൻ ഒരു വരി പോലും ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ
പ്രവൃത്തിയെ ഒരു വരി കൊണ്ട് പോലും ന്യായീകരിക്കാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ. ഒരു സംശയവും കാര്യത്തിൽ വേണ്ട, ഒരു സംശയവും വേണ്ട. ഇനിയിപ്പോൾ CPM അത് മുതലെടുക്കുമോ, വേറെ ആൾ മുതലെടുക്കുമോ, ഒരാൾ മുതലെടുക്കോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ചോദ്യം. പ്രശ്നം എന്താ, ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ സംഭവിച്ച കാര്യം മറുവശം. ഇനിയിപ്പോൾ ഇത് വേറെ എന്തെങ്കിലുമായിട്ട് താരതമ്യമോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം അത് ഓരോരുത്തരും അവരവരുടെ മൊറാലിറ്റി. അപ്പം ഞാൻ വസീഫ് പറഞ്ഞ അതിനോട് മുഴുവൻ യോജിക്കുന്ന ഒരാളല്ല. കോൺഗ്രസിൻ്റെ ഒരു പരാതി കിട്ടി, കോൺഗ്രസ് പരാതി എന്ന് പറഞ്ഞാൽ പബ്ലിക്കായി ഒന്നും നടപടിയെടുത്തു. അത് വൈകിയോ നേരത്തെ ചെയ്യാമോ? ഇപ്പോൾ പത്മകുമാറിനെതിരെ നേരത്തെ നടപടി എടുത്തുകൂടെ എന്ന് ചോദിക്കാം. പത്മകുമാറിനെതിരെ നടപടി എടുക്കുമെന്ന് ഇപ്പോൾ ഗോവിന്ദ മാഷിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. എനിക്കറിയില്ല, അത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ. ഇതൊക്കെ ധാർമ്മിക, ഞാൻ വെറും തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല, വെറും ധാർമ്മികമായ പ്രശ്നങ്ങളാണ്. എന്തായാലും ഈ രാത്രിയുള്ള സന്ദേശം അതിജീവിതക്കെതിരെ ഇത്തരത്തിൽ വൃത്തികേട് പറയുന്നവരുടെ സ്ഥാനം ജയിലഴിക്കുള്ളിലാണ് എന്ന സന്ദേശം കൂടിയാണ് കേട്ടോ രാഹുൽ ഈശ്വർ ഇപ്പോൾ പോകുന്ന ആ പോലീസ് വണ്ടിയിലെ യാത്ര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.